നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഗൗതം കൃഷ്ണയെ കാണാതായതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരമിരിക്കാൻ അമ്മ രേഷ്മ എത്തിയിട്ടുണ്ട്. മകനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. കഴിഞ്ഞ 31-ാം തീയതിയാണ് മത്സ്യബന്ധനത്തിന് പോയപ്പോൾ വള്ളം മറിഞ്ഞ അപകടമുണ്ടായത്. ജയശങ്കർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ജയശങ്കർ, ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. രേഷ്മ എന്ന് പറയുന്ന അമ്മ കടന്നു പോകുന്ന മാനസികാവസ്ഥ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. കാരണം മകനെയാണ് കണ്ടെത്താൻ ബാക്കിയുള്ളതെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ഭർത്താവിനെയും അച്ഛനെയുമാണ്. അവരുടെ മൃതശരീരങ്ങളാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത്. ഈ മകനെ എന്തുകൊണ്ടാണ് ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തത്? ഒരാഴ്ചയായിട്ടും ഇവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ അധികൃതർ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? ഇത് സിസ്റ്റത്തിന്റെ വീഴ്ചയാണോ, അധികാരികളുടെ അവഗണനയാണോ? എന്താണ് ഈ കുടുംബത്തിന്റെ ആവശ്യം? രേഷ്മയുടെ പരാതി എന്താണ് ജയശങ്കർ? അതായത് കഴിഞ്ഞ 31-ാം തീയതിയാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോവുകയും വള്ളം മറിഞ്ഞ് അപകടമുണ്ടാവുകയും ചെയ്തത്. ആ അപകടത്തിന് പിന്നാലെയാണ് ഈ ഗൗതം കൃഷ്ണയെ കാണാതാകുന്നത്. മൂന്ന് പേരെയാണ് കാണാതായത്. 2 പേരെ, അതായത് രാധാകൃഷ്ണൻ, രാജീവൻ, അങ്ങനെ 2 പേരെ കണ്ടെത്തി. രാജീവൻ ഈ പറഞ്ഞ രേഷ്മയുടെ പിതാവാണ്, രാധാകൃഷ്ണൻ രേഷ്മയുടെ ഭർത്താവുമാണ്. ഇനി ഗൗതം എന്ന് പറയുന്ന മകനെയാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഈ ഗൗതം കൃഷ്ണയുടെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല. തിരച്ചിൽ ഉൾപ്പെടെ നടത്തുന്നു എന്ന് സർക്കാർ പറയുമ്പോഴാണ് ഇത്തരത്തിൽ മൃതദേഹം കിട്ടാത്ത സാഹചര്യം വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒടുവിൽ ഈ അമ്മ രേഷ്മ ഈ നീണ്ടകരയിലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. നിലവിൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ്റെ SHOയുമായി അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തങ്ങളുടെ മകനെ കണ്ടെത്തണം, ആ തെരച്ചിൽ ഊർജിതമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം നിലവിൽ ഈ പോലീസ് സ്റ്റേഷനിൽ SHOയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കൃത്യമായി ഗൗതം കൃഷ്ണയെ കണ്ടെത്താനുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം നിലവിൽ ആക്ഷേപിക്കുന്നത്. കാരണം 31-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. അതിനുശേഷം നടത്തിയ തെരച്ചിലിൽ രാധാകൃഷ്ണനും രാജീവൻ അങ്ങനെ 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ 2 പേരുടെയും ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. ആ വലിയ വിഷമത്തിനിടയിലാണ് മകനെ കൂടി ഇപ്പോൾ കണ്ടെത്താൻ. കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാരെങ്കിലും ഈ രേഷ്മയോട് സംസാരിക്കാനോ ചർച്ച നടത്താനോ അവരുടെ ആവലാതികൾ കേൾക്കാനോ അവിടെ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്തുമോ? അതായത് നിലവിൽ അവരെന്തായാലും കോസ്റ്റൽ സ്റ്റേഷനിൽ SHOയുമായാണ് സംസാരിക്കുന്നത്. നീതി തേടിക്കൊണ്ടാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു കൃത്യമായി ഉറപ്പ് ലഭിച്ചില്ല എങ്കിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് നമ്മളെ അറിയിച്ചത്. എന്തായാലും നിലവിൽ SHOയുമായി സംസാരിക്കുകയാണ് അവർ. വലിയ വേദനയും വിഷമവും ഒക്കെ അവർക്കുണ്ട്. കാരണം അവരുടെ പ്രിയപ്പെട്ടവരെയാണ് നഷ്ടമായത്. മകന് വേണ്ടിയാണ് അവരുടെ ഈ ഒരു പോരാട്ടം. ഈ സ്റ്റേഷനിൽ നിലവിൽ ഈ SHOയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കൃത്യമായി ഉറപ്പുണ്ടായില്ലെങ്കിൽ സ്റ്റേഷന് മുന്നിൽ ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് പറഞ്ഞത്. കാരണം ഈ ട്രോളിംഗ് ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് 31-ാം തീയതി ഇങ്ങനെ മത്സ്യബന്ധന വള്ളങ്ങളൊക്കെ കടലിലേക്ക് പോകുന്നത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പിന്നീട് അങ്ങോട്ട് സുവർണ്ണ കാലഘട്ടമാണ്. പക്ഷേ അതിനിടയിലാണ് വലിയ മഴയും പ്രതികൂല കാലാവസ്ഥയൊക്കെ ഉണ്ടായത്. ഈ ഘട്ടത്തിലാണ് ഇവർ സഞ്ചരിച്ച വള്ളം മറിയുന്ന സാഹചര്യം ഉണ്ടായത്. ആ അപകടത്തിൽ ഗൗതം കൃഷ്ണയെ ഇതുവരെ കണ്ടെത്താനായില്ല. പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ നടത്തുന്നതാണ് അധികാരികൾ പറയുന്നത്. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ച് കൃത്യമായൊരു അന്വേഷണമില്ല, തെരച്ചിലില്ല എന്നൊരു ആക്ഷേപത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ അവരെന്തായാലും ഈ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരം ഇരിക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുമായി ശരിക്കും ഈ കഴിഞ്ഞ ഒരാഴ്ചയായി ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ വ്യാപകമായ ഒരു തിരച്ചിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ശരിക്കും ഉണ്ടായിട്ടുണ്ടോ? കാരണം ഈ കുടുംബം ഇത്തരത്തിൽ പരാതി പറയണമെങ്കിൽ അങ്ങനെ ഒരു തിരച്ചിൽ സംഭവിച്ചിട്ടില്ല എന്ന് ആ കുടുംബം വിശ്വസിക്കുന്നു. അതുകൊണ്ടല്ലേ? അതായത് കുടുംബം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കൃത്യമായൊരു തെരച്ചിൽ ഉണ്ടായിട്ടില്ല, ഈ മകനെ കണ്ടെത്താനുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോസ്റ്റൽ പോലീസും മറ്റ് അധികൃതരുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായി കടലിൽ തിരയുന്നുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥ, പ്രതികൂല കാലാവസ്ഥയൊക്കെ ആയതിനാൽ തന്നെ അതിൻ്റേതായ പരിമിതികൾ ഉണ്ടെന്നാണ് ഈ ബന്ധപ്പെട്ട കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും നിലവിൽ ഈ കുടുംബം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. കൃത്യമായി ഉറപ്പ് ലഭിച്ചില്ല എങ്കിൽ സമര പരിപാടികളിലേക്ക് കടക്കാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. അങ്ങനെ ഉറച്ചു തന്നെയാണ് അമ്മ രേഷ്മ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് അമ്മ രേഷ്മയുമായി സംസാരിച്ചു. ഒരു നീതി ലഭിക്കും, അല്ലെങ്കിൽ കൃത്യമായി ഈ പരിശോധനകൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയില്ല. അത്തരത്തിലൊരു ഉറപ്പിന് വേണ്ടിയാണ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇതിപ്പോൾ ഒരാഴ്ചയോളം ആകാനായി. മകനെ നഷ്ടപ്പെട്ടിട്ട് ഭർത്താവും പിതാവും നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ മകനെയെങ്കിലും ജീവനോടെ കിട്ടുമോ എന്നറിയില്ലെങ്കിൽ പോലും മകന് വേണ്ടിയുള്ള ഒരു അന്വേഷണം വേണമെന്ന ഒരു ഉറച്ച ശബ്ദത്തോടു കൂടിയാണ് ഈ സ്റ്റേഷനിലേക്ക് എത്തിയത്. ഒരു അമ്മയുടെ രോദനമാണ്. അപ്പോൾ ആ അമ്മ എന്തായാലും നിലവിൽ SHOയുടെ മുറിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അവർ ഇറങ്ങും. അതിനുശേഷം എന്താണ് അവർക്ക് കിട്ടിയ ഉറപ്പ്, ഇനി സമരം ഇരിക്കുമോ
മറ്റേതും തരത്തിലുള്ള ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഏറ്റവും ദാരുണമായ സംഭവമാണ് ശങ്കർ. കൊല്ലം നീണ്ടകരയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അമ്മ ആ മത്സ്യബന്ധനത്തിന് പോയ ഗൗതം കൃഷ്ണ എന്ന മകനെ കാണാതായിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. അന്വേഷണം ഒട്ടും തൃപ്തികരമല്ല എന്ന് ആ കുടുംബം പറയുകയാണ്. അതിൽ പ്രതിഷേധിക്കുകയാണ്. ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നു. ഉദ്യോഗസ്ഥരുടെ കൈയും കാലും പിടിച്ച് മകനെ കണ്ടെത്തി തരണമെന്ന് അപേക്ഷിക്കേണ്ടി വരുന്ന മത്സ്യത്തൊഴിലാളിയായ ഒരു കുടുംബത്തിലെ ഒരു അമ്മ രേഷ്മ താൻ പ്രതിഷേധിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ അമ്മയുടെ ഭർത്താവും ഈ അമ്മയുടെ അച്ഛനും ഇതേ അപകടത്തിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കടലിൽ നിന്ന് കണ്ടെടുത്തത്.